ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോയത് മാൻഡ്ര, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ തന്നെ സൗത്ത് വെസ്റ്റ് കോസ്റ്റിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മാൻഡ്ര എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ് പോകാനിരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾസംഖ്യ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് കാറിലും പോയി, കുറച്ച് പേര് ട്രെയിനിലും ബസ്സിനൊക്കെ ആയിട്ട് പോയി. അപ്പം ഞാൻ, അങ്ങിനി, യഷീമി, ഞങ്ങൾ 3 പേരുമാണ് ട്രെയിനിൽ പോയത്. അപ്പോൾ ട്രെയിനിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഒരു ബസ് കയറിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സും ട്രെയിനും എല്ലാം കയറി. ഞാൻ, അനിനി, യഷിമ എല്ലാവരും മാൻഡ്രയിലെത്തി. മാൻഡ്ര ക്രൂസിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ദാറ്റ് ഈസ് മൈ ലവിങ് ഹസ്ബൻഡ്. തട്ടടാ. പിന്നെ അതാണ്ടേ വരുന്നത് എൻ്റെ പൊന്നമ്മച്ചി, മൈ മൊമ്മ. അതുകൊണ്ട് നമ്മൾ ആ ക്രൂസിലാണ് കയറാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ നമ്മളൊരു ആർട്ട് വർക്ക് കണ്ടു. കൊമമറേറ്റിംഗ് യുവർ ബർഗട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അത് ഇവിടെ ഒരു അബോറിജിനൽ ലീഡറിനെ പറ്റി പറയുന്നൊരു ആർട്ട് വർക്കാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ക്രൂസിലോട്ട് കയറി. നമുക്ക് വ്യൂസൊക്കെ കുറച്ചുകൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ടോപ്പ് ഫ്ലോറിലാണ്, അതായത് മുകളിലത്തെ ഫ്ലോറിലാണ് ഞങ്ങളിരുന്നത്. ജോയെ കൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുന്ന സീനാണ് കണ്ടത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാഴ്ചകൾ കാണാനായിട്ട്. അതായത് ഒത്തിരി ഒരുപാട് ക്രൂസുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ ഓൾറെഡി റിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം തന്നെ ഇത് അറിയാം കേട്ടോ. എന്നാലും നമ്മൾ ഓഫ് ഷോർ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടതാണ് മാൻഡ്ര വാർ മെമ്മോറിയൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രൂസിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ക്രൂസിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ. അമേസിങ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിങ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ പിള്ളേർക്കൊക്കെ കളിക്കാന്ന് വെച്ചാൽ ഒരു ഫണ്ണിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ മെയിൻ ആളുകളെ ഞങ്ങൾ കണ്ടു. ഡോൾഫിൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് അവർ മാൻഡ്ര ക്രൂസിംഗ് എന്ന് പറയുമ്പം ഡോൾഫിൻ വാച്ചാണ് അവർ മെയിനായിട്ട് കാണിക്കുന്നത്. ഡോൾഫിൻസ് തലങ്ങും വിലങ്ങും മാറി മറിയുന്നതാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും സൂക്ഷ്മമായി ഡോൾഫിനുകളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പനും അമ്മയും കൂടെ അപ്പുറത്തിരുന്ന് ടൈറ്റാനിക് കളിക്കുന്നു. അങ്ങനെ ക്രൂസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഡോൾഫിൻ വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ സിമോസ് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടേക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആൾസംഖ്യ കൂടുതലായതുകൊണ്ട് ഞാൻ, അനിനി, യഷീമയും കൂടെ ട്രെയിനും ബസ്സിനൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.